മലയാളം ലേണിംഗ് നിങ്ങളുടെ സ്വന്തം പ്രറ്റിമീസ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. പക്ഷെ ടെൻഷൻ ആണ് അല്ലെ, നാളെ ബയോളജി അത് കഴിഞ്ഞ് ഫിസിക്സ് ഇതെല്ലാം കൂടെ ഒന്നിച്ച് വരുമ്പോൾ എന്താകും എന്നുള്ള ഒരു ടെൻഷൻ ആണെങ്കിൽ ടെൻഷൻ ഒന്നും വേണ്ട മക്കളെ. നമ്മുടെ ഈ ഒരു മാരത്തോൺ ലൈവിലും നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ വരുന്ന കോണ്ടന്റുകളൊക്കെ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ കണ്ട് നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് പഠിച്ചിട്ട് പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏറ്റവും നല്ല റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ബയോളജിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി തരാനാണ് മിസ് വന്നിട്ടുള്ളത്. ബയോളജിയിൽ നമുക്ക് 40-40 നിങ്ങൾക്ക് മിസ് ഗ്യാരണ്ടി ആണ്. A+ വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ മിസ് ഈ പറയുന്ന പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് വേണം പോകാൻ. കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്, അതായത് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള എക്സാംസുകൾ ഉണ്ടല്ലോ, ആ കഴിഞ്ഞ എക്സാം പാറ്റേൺ നോക്കുമ്പോഴൊക്കെ വരുന്നത് എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ അതേ പാറ്റേൺ തന്നെ ചില അതിനോട് തന്നെ സാമ്യമുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ പഠിക്കണം. അപ്പൊ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പം 40-40 തന്നെ നമുക്ക് മേടിക്കാം. ആദ്യത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് മിസ് പോവാണ്. ആദ്യത്തെ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ആദ്യത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 1 മാർക്കിന്റെ ചോദ്യമാണ്. നിങ്ങൾ 9ാം ക്ലാസ്സിൽ എഴുതിയ അതേ പാറ്റേൺ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പം ആദ്യത്തേതെന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. ഇവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങളൊന്ന് നോക്കുക. ഫ്രം ദ ഫോളോയിങ് സെലക്ട് ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ആർ നോട്ട് റിലേറ്റഡ് ടു മോണോ ഹൈബ്രിഡ് ക്രോസ്. അതായത് താഴെ തന്നിരിക്കുന്നവയിൽ ഏകസങ്കര അനുപാതവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക എന്നാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 4 തന്നിട്ടുണ്ട്. ഇതില് നമ്മൾ ഈ പറയുന്ന മോണോ ഹൈബ്രിഡ് ക്രോസുമായിട്ട് ബന്ധപ്പെടാത്ത നോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മളോട് തെരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നോക്കിക്കേ, എ പെയർ ഓഫ് അലിൽ ഓഫ് ആൻ ഓർഗാനിസം ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ദ സെപ്പറേഷൻ ഓഫ് അനദർ പെയർ ഓഫ് അലിൽ. ഒരു ജീവിയുടെ ഒരു ജോഡി അലിലുകൾ മറ്റൊരു ജോഡി അലിലുകളുടെ വേർപെടലിനെ സ്വാധീനിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെ. ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റിലും സെഗ്രിഗേഷൻ ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ലോ നിയമങ്ങളും കൂടി ഇതിന്റെ കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ ഇത് ഏതാണ്? മോണോ ഹൈബ്രിഡ് ക്രോസുമായി ബന്ധപ്പെട്ടതാണോ? ആലോചിച്ച് നോക്കണം. ഡോമിനന്റ് അലിൽ കനോട്ട് ഫുള്ളി ഹൈഡ് ദ അലിൽ ഓഫ് റിസസീവ് ട്രൈഡ്. ഡോമിനന്റ് ആയിട്ടുള്ള പ്രകട ഗുണത്തിന്റെ അലിലിന് ഗുപ്ത ഗുണത്തിന്റെ അലിലിനെ പൂർണ്ണമായി മറയ്ക്കാൻ സാധിക്കുന്നില്ല എന്നാ പറയുന്നത്. അതെവിടെയാ വന്നിട്ടുള്ളത്? അത് നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ പഠിക്കുന്നതാണ് അല്ലെ. അതായത് നമ്മൾ നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസിലാണ് ഈ ഒരു തിയറി പഠിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ മറന്നു പോകാൻ പാടില്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ratio of dominant to recessive trait in the offspring second generation is 3:1. 3:1 എന്ന് പറയുന്ന റേഷ്യോ രണ്ടാം തലമുറയിലെ സന്താനങ്ങളിൽ ഉണ്ടാവുന്ന റേഷ്യോ ആണ് ഫീനോട്ടിപ്പിക് റേഷ്യോ. അത് 3:1 ആണ്. ശരിയാണ്, അത് മോണോ ഹൈബ്രിഡുമായി ബന്ധപ്പെട്ടതാണ്. ആൻഡ് when gametes are formed, factors that determine trait get separated without mixing. ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ കൂടിക്കലരാതെ വേർപിരിയുന്നു. ഈ പറയുന്നതും എന്താണ്? വേർപിരിയുന്ന നിയമത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇവിടെ തന്നിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? 1 and 2 ആണ്. നോട്ട് റിലേറ്റഡ് ടു മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി നോക്കിക്കേ, അറേഞ്ച് ദ കോളം ഇൻ ടേബിൾ ഗിവൻ ബിലോ ഇൻ ദ അപ്രോപ്രിയേറ്റ് ഓർഡർ ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ്. ചുവടെ നൽകിയിട്ടുള്ള പട്ടികയിലെ കോളം 1 വിവിധ ശാസ്ത്രജ്ഞരുടെ പേരും കോളം 2 ജീവപരിണാമവുമായി ബന്ധപ്പെട്ട സംഭാവനകളും നൽകിയിരിക്കുന്നു. കോളങ്ങളിൽ ഉചിതമായി ക്രമപ്പെടുത്തി നൽകിയിട്ടുള്ള ഓപ്ഷനിൽ നിന്നും ശരിയായ ഉത്തരം നമ്മളോട് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സിംപ്ലി എന്താണ്? മാച്ച് ദ ഫോളോയിങ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, തോമസ് മാൽത്തൂസ്, ചാൾസ് ഡാർവിൻ, ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് ഇവരെല്ലാം നമ്മുടെ 2ാമത്തെ ചാപ്റ്ററിലുള്ളതാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തരെയും ഒന്ന് നോക്കി നോക്കാം. ചാൾസ് ഡാർവിന്റെ ബുക്ക് നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ് അല്ലെ. ചാൾസ് ഡാർവിന്റെ ബുക്ക് ഓൾറെഡി നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നോക്കാം, ചാൾസ് ഡാർവിൻ ആണ് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കിക്കേ, ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് എന്ന് പറയുന്നത് അക്വയേർഡ് ക്യാരക്ടേഴ്സ്, സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രശ്നമാണ്. ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് എന്ന് പറയുന്നത് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയേർഡ് ക്യാരക്ടേഴ്സ്, അതും കിട്ടി. ലാസ്റ്റ് ഉള്ളത് ആരാണ്? തോമസ് മാൽത്തൂസ് ആണ്. നമ്മൾ പഠിക്കുന്നതാണ് പോപ്പുലേഷൻ ഗ്രോത്ത് ഇസ് കോസിംഗ് നാച്ചുറൽ റിസോഴ്സ് ടു ബിക്കം ലിമിറ്റഡ്. അതായത് ജനസംഖ്യ വർധനം എന്ത് ചെയ്യുന്നു? പ്രകൃതിയിലെ വിഭവങ്ങൾ പരിമിതമാവാൻ കാരണമാവുന്നു. ഈ ഒരു സന്ദേശം അല്ലെങ്കിൽ ഈ ഒരു കണ്ടുപിടുത്തം മുന്നോട്ട് കൊണ്ടുവന്ന് തോമസ് മാൽത്തൂസ് ആണ്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഇവിടെ മാച്ച് ചെയ്യാം. ഏതൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കിയാൽ 1 എന്ന് പറയുന്നത് ശരിക്കും എവിടെയാ വരുന്നത്? Q ആണ്. ആൻഡ് 2 എന്ന് പറയുന്നത് R ആണ്. 3 എന്ന് പറയുന്നത് P ആണ്. അപ്പൊ 1 Q
2R3P. യെസ്, കണ്ടുപിടിച്ചു. നമ്മുടെ 4th വൺ ആണ്. നിങ്ങൾ നല്ലോണം ആലോചിച്ച് ചോദ്യം വായിച്ചിട്ട് വേണം മാത്സ് ഫോളോയിങ് ഒക്കെ ചെയ്യാൻ. എടുത്ത് ചാടി ഒന്ന് ആൻസർ ചെയ്യരുത്, തെറ്റിപ്പോകും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാവേ. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് റീസൺ വായിക്കുക. ഇതുപോലെ ഒരു ചോദ്യം എന്തായാലും വരും. സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ചോദിക്കാനായിട്ട് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല, വളരെയധികം ആലോചിക്കണം. സ്റ്റേറ്റ്മെന്റ് നോക്കാം. Roncott seen in some cattle and horses an example of co-dominance. അതായത് ചില കന്നുകാലികളിലും കുതിരകളിലും കാണുന്ന റോൺകോട്ട് കോ-ഡോമിനൻസിന് ഉദാഹരണമാണ്. ശരിയല്ലേ? കന്നുകാലികളിൽ ഇപ്പം ഒരു ബ്രൗൺ പശുവും ഒരു വെള്ള പശുവും ഉണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന കുട്ടിയിൽ കൂടെ ഒന്നിച്ച് കാണാൻ സാധ്യമാവുന്നു. അപ്പൊ രണ്ടും കൂടെ ഒന്നിച്ച് വരുന്നതിന് നമ്മൾ കോ-ഡോമിനൻസ് പറയാറുണ്ട്. ഇനി റീസൺ നോക്കണേ. allele of the dominant trait cannot completely mask the allele of recessive trait. കംപ്ലീറ്റ്ലി മാസ്ക് ചെയ്യാൻ പറ്റാത്തതെന്ന് പറയുന്നത് കോഡോമിനൻസിന്റെ ആണോ? അല്ല, അത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ ആണ്. സോ നമുക്ക് പറയാം എന്താ, സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ബട്ട് റീസൺ ഇസ് ഇൻകറക്റ്റ്. പ്രസ്താവന ശരിയാണ്, എന്നാൽ കാരണം നമുക്ക് തെറ്റാണ് എന്ന് പറയാം അല്ലെ. അപ്പൊ മൂന്നാമത്തേതാണ് കറക്റ്റ് ആൻസർ. ഇനി നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് റിലേറ്റഡ് ടു ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ? ഈസി പീസി ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ സെല്ലിന്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്, അവിടെ DNA ഉണ്ട്. ആ DNA-യിൽ നിന്നും mRNA ഉണ്ടാകുന്ന പ്രോസസ് ആണ് എന്ത്? ട്രാൻസ്ക്രിപ്ഷൻ. സോ DNA-യിൽ നിന്നും mRNA ഉണ്ടാകുന്നതാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ലേഷൻ ഈ ഒരു ഓപ്ഷനിൽ എവിടെയെങ്കിലും ഉണ്ടോ? ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് അതെവിടെയാണെന്ന്, അതെന്താണ് ഈ പറയുന്നത്? ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ടത് താഴെ തന്നിട്ടുള്ള ഏതാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഐഡന്റിഫൈ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പ്രൈമേറ്റ്സ് ആൻഡ് ചൂസ് ആൻസർ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. പ്രൈമേറ്റ്സുമായി ബന്ധപ്പെട്ട് സവിശേഷതകൾ തിരിച്ചറിഞ്ഞ് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. തള്ളവിരലിൽ വിപരീത ദിശയായിരിക്കില്ല. തള്ളവിരൽ ഓപ്പോസിറ്റ് ആയിട്ടല്ല കാണുന്നത്. വിൽ നോട്ട് ബി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ബൈനോക്കുലർ ട്രൈ ഡയമെൻഷണൽ വിഷൻ ആണ്. അതായത് ദ്വിനേത്ര ത്രിമാന ദർശനം, 3D ആയിട്ട് കാണാൻ പറ്റുന്നു. ലിവ് ഇൻ ഗ്രൂപ്പുകളായിട്ട് ജീവിക്കുന്നു. ഇതില് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ളതിൽ പ്രൈമേറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. പ്രൈമേറ്റിന്റെ മാത്രമേ കണ്ടുപിടിക്കാവുള്ളൂ. PQR പ്രൈമേറ്റിന്റെ ആണ്. Q ആൻഡ് R കറക്റ്റ് ആണ്. P ആൻഡ് Q ആണ്. ഓൺലി R ഇസ് കറക്റ്റ് എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏതാ വരിക? ബൈനോക്കുലർ ഡയമെൻഷൻ ശരിയാണ്, ഗ്രൂപ്പുകളായിട്ട് ജീവിക്കുന്നു എന്നുള്ളത് ശരിയാണ്. സോ ഓപ്ഷൻ 2 ആണ് ഇത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. 2 ആണ്. ഇനി നമ്മുടെ ജെനറ്റിക്സിൽ നിന്നാണ് വീണ്ടും ചോദ്യം വന്നിട്ടുള്ളത്. ജെനറ്റിക്സിൽ നിന്ന് ചോദ്യം വന്നാൽ ഒരു ക്രോസിൽ നിന്നുള്ള ചോദ്യം ഉറപ്പാണ് മക്കളെ. മോണോ ഹൈബ്രിഡ് ആയിക്കോട്ടെ, ഡൈ ഹൈബ്രിഡ് ആയിക്കോട്ടെ. ഈ മോണോ ഹൈബ്രിഡോ ഡൈ ഹൈബ്രിഡോ ക്രോസ് എന്നോ ചോദ്യം വന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ബയോളജി പഠിക്കേണ്ട എന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ നിങ്ങൾ മിസ്സിന്റെ അടുത്ത് വരണ്ട. അത്ര ഉറപ്പാണ് മിസ്സിന് ക്രോസിൽ നിന്നൊരു ചോദ്യം ഓണപരീക്ഷയ്ക്ക് വരും. അത് എല്ലാ പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഓണപരീക്ഷയ്ക്ക് വളരെ വളരെ ഷുവർ ആണ്. സോ നോക്കിക്കേ, ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ഗിവൺ. ഇതിൽ എയും ബിയും കംപ്ലീറ്റ് ചെയ്യാനാ പറഞ്ഞത്. നമുക്ക് ഇവിടെ ഗമീറ്റുകൾ ആദ്യം കണ്ടുപിടിക്കാം. ടോൾ ആൻഡ് റൗണ്ടിന്റെ ഗമീറ്റ് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ. ഡ്വാഫ് ആകുമ്പോൾ നമുക്കറിയാം അത് സ്മോൾ ടി ആകും. റിങ്കിൾഡ് ആകുമ്പോഴും എന്താകും? സ്മോൾ ആർ ആകും. അപ്പൊ നമുക്ക് എ കിട്ടി. ഇനി ബി നോക്കിക്കേ. ബി എന്ന് പറയുന്നത് ഈ കിട്ടിയിട്ടുള്ള പാരന്റ് പ്ലാന്റ് കിട്ടി. പാരന്റിൽ നിന്നും ഗമേറ്റ് കണ്ടുപിടിക്കാം. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ ആണ് ഇവിടെ ഗമേറ്റ്, ഇവിടെ സ്മോൾ ആർ ആണ് വരിക. അങ്ങനെ എയും ബിയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് F1 പ്ലാന്റ് എന്നാണ്. ഈ ഒന്നാം തലമുറയുടെ സവിശേഷത എന്താണെന്നാണ് ചോദ്യം. ഒന്നാം തലമുറയുടെ സവിശേഷത F1ന്റെ എന്താ പ്രത്യേകത? F1 എന്ന് പറയുമ്പം ടോൾ ആൻഡ് റൗണ്ട് അല്ലേ? ടോൾ റൗണ്ട് ഫ്ലവർ ആയിരിക്കും, അല്ലെങ്കിൽ ടോൾ റൗണ്ട് പ്ലാന്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതായത് മലയാളത്തിൽ ഉയരം കൂടിയ ഉരുണ്ട വിത്ത്. ഇതാണ് ഇവരുടെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ 2 മാർക്കിന്റെ ചോദ്യത്തിൽ നമുക്ക് ഓർ ഓപ്ഷൻ ക്വസ്റ്റ്യൻ വരും. ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത് എന്ന രീതിയിൽ. ഇതിപ്പോ എ ബി ഓർ ഓപ്ഷൻ ഉണ്ടാകും. ഓർ ഓപ്ഷൻ വന്നിട്ടുള്ള ചോദ്യം നോക്കി. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ, ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇത് ഏതാണ്? നമ്മുടെ RNA-കളാണ് അല്ലെ. ഐഡന്റിഫൈ ദ നെയിം RNA ഈസ് എക്സ് ആൻഡ് വൈ. മക്കളെ എക്സ് ആൻഡ് വൈ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇവിടെ നോക്കിക്കേ, എക്സ് RNA-കൾ, ടൈപ്പ് ഓഫ് RNA നമ്മൾ എന്തായാലും പഠിച്ചിട്ട് വേണമല്ലോ പോവാൻ. അപ്പൊ ഈ തന്നിട്ടുള്ള നോക്കിക്കേ, റൈബോസോമിന്റെ ഉള്ളിലല്ലേ നമ്മുടെ ഈ RNA ഉള്ളത്. റൈബോസോമിന്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് പറയാം RNA അല്ലെങ്കിൽ റൈബോസോമൽ RNA. ആൻഡ് ടി ഷേപ്പിൽ ഉള്ളതുകൊണ്ട് ഇതിന്റെ ആ പേരെന്താ? tRNA ആണ്. ടി ഷേപ്പിലുള്ള RNA-യുടെ പേര് tRNA ആണ്. അപ്പൊ അത് കിട്ടി. അപ്പൊ നമ്മൾ പറഞ്ഞു എക്സ് എന്ന് പറയുന്നത് rRNA, വൈ എന്ന് പറയുന്നത് tRNA. ആൻഡ് ഓരോന്നിന്റെയും ധർമ്മം, ഫംഗ്ഷൻ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. റൈബോസോമൽ RNA-ന്റെ ഫംഗ്ഷൻ എന്താണ്?
amino acids are combined together by bonding and form protein. അല്ലെ, ബോണ്ട് രൂപീകരണത്തിലൂടെ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. അപ്പം പ്രോട്ടീൻ ഫോർമേഷനിലുള്ള വലിയൊരു റോള് വഹിക്കുന്ന ആളാണ് നമ്മുടെ റൈബോസോമൽ RNA അല്ലെങ്കിൽ RRNA. tRNA എന്താ ചെയ്യുന്നത്? ക്യാരി അമിനോ ആസിഡ് ടു റൈബോസോം. അമിനോ ആസിഡുകളെ ക്യാരി ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് റൈബോസോമിൽ എത്തിക്കുന്ന ആളാണ് ആര്? നമ്മുടെ tRNA എന്ന് പറയുന്നത്. സോ RRNAയും tRNAയും ഇത് കൂടാതെ ഒരു RNA ഉണ്ട്, നമ്മുടെ മെസ്സഞ്ചർ RNA mRNA എന്ന് പറയും. സോ ഇതാണ് നമ്മുടെ ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. ഓരോ ഓപ്ഷൻ വരുമ്പോൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതി. ടൈം പോലെ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നോക്കാം, ഇലക്ട്രിക് ചാർജ് ഓൺ ഈച്ച് സൈഡ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് എ നെർവ് സെൽ as illustration given below. What change occur in the state when stimulated? ഉദ്ദീപിക്കപ്പെടുമ്പോൾ ഈ അവസ്ഥയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നതെന്നാ ചോദ്യം. അപ്പൊ ഉദ്ദീപിക്കപ്പെട്ട് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഈ ഒരു ആക്സോണില് ഇവിടെ സ്റ്റിമുലേറ്റഡ് ആയിട്ട് വന്നു, സ്റ്റിമുലസ് വന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഉദ്ദീപനം വന്നു. ഉദ്ദീപനം വരുമ്പം ഈ ചിത്രത്തിന് വരുന്ന മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇവിടെ എല്ലാം പുറത്ത് പോസിറ്റീവ് ചാർജ് ആണ് അല്ലെ, ഇവിടെ എല്ലാം പുറത്ത് പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജ്, പോസിറ്റീവ് 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 പോസിറ്റീവ്. ആൻഡ് അകത്തും നെഗറ്റീവ് 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 ആണ്. പക്ഷേ സ്റ്റിമുലസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റിമുലേറ്റഡ് ആവുന്ന കണ്ടീഷനില് അകത്തെല്ലാം പോസിറ്റീവും പുറത്തെല്ലാം നെഗറ്റീവും ആകും. അകത്ത് പോസിറ്റീവും പുറമെ നെഗറ്റീവും ആകും. ഈ ചിത്രം വരയ്ക്കാൻ നിങ്ങൾ പഠിക്കണം, ഡ്രോ ചെയ്യാൻ പഠിക്കണം. ഓർത്ത് വെച്ചോളൂ, ഉദ്ദീപിക്കപ്പെടുമ്പോൾ ഈ അവസ്ഥയിൽ വരുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ എന്റെ ആൻസർ ആയിട്ട് നിങ്ങൾ ഈ ചിത്രം വരച്ചു വെക്കണം. ആൻഡ് വെൻ ഇവിടെ നോക്കണേ, changes occur in the state when stimulated എന്നല്ലേ. നോൺ സ്റ്റിമുലേറ്റഡ് അവസ്ഥ നമുക്ക് കണ്ടു. സോ നോൺ സ്റ്റിമുലേറ്റഡ് ഔട്ടർ സർഫസ് ഓഫ് സെൽ മെംബ്രെയിൻ is positively charged, inner surface is negatively charged. When stimulated, positive ions from outside cell membrane enter the cell. As a result, temporary charge variation in the region occur. അവിടെ എന്ത് സംഭവിക്കുകയാണ്? അയോണുകൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും താൽക്കാലികമായി ചാർജ് വ്യതിയാനം ഉണ്ടാകുന്നു. മൊമെന്ററി ചാർജ് ഡിഫറൻസ് ആണ് അവിടെ ഉണ്ടാവുന്നത് കേട്ടോ. മൊമെന്ററി ചാർജ് ഡിഫറൻസ്, മൊമെന്ററി ചാർജ് ഡിഫറൻസ് അല്ലെങ്കിൽ നമ്മൾ പറയും നൈമിഷികമായ ചാർജ് വ്യതിയാനം. ഇത് കാരണമാണ് എന്ത് ചെയ്യുന്നത്? അയോണുകൾ പരസ്പരം കൈമാറുന്നത്. ഹൗ ഡസ് ദിസ് ചേഞ്ച് ഒക്വർ എന്ന് ചോദിച്ചാൽ ഈ കാരണമാണ് നിങ്ങൾ എഴുതേണ്ടത്. വെൻ സ്റ്റിമുലേറ്റഡ്, പോസിറ്റീവ് അയോൺ എല്ലാം കൂടെ എന്ത് ചെയ്യും? സെൽ മെംബ്രെയിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും, നെഗറ്റീവ് അയോണുകളെല്ലാം പുറത്തോട്ട് വരും. ആ ചാർജ് വേരിയേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആ ഒരു ആവേഗം അതിലൂടെ സഞ്ചരിക്കാൻ സഹായിക്കുന്നത്. ഈ പോയിന്റ് മനസ്സിൽ വേണം കേട്ടോ. ഇനി അടുത്തത് ഒരു ഓർ ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആണ്. ഡൈവേഴ്സിറ്റി ഇൻ ദ ബീക്ക് ഓഫ് ഫിഞ്ചസ് ഓൺ ഗാലപ്പഗോസ് ഐലൻഡ് ഹെൽപ് ദം സർവൈവ്. എക്സ്പ്ലെയിൻ ദിസ് യൂസിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ഗിവൻ ബിലോ. അതായത് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? ഗാലപ്പഗോസ് ദ്വീപിലെ കുരുവികളുടെ കൊക്കിന്റെ വൈവിധ്യം അവയുടെ നിലനിൽപ്പിന് കാരണമായി. ഈ പ്രസ്താവന ചുവടെ നൽകിയിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താ ഗാലപ്പഗോസിലെ ഫിഞ്ചസ് കുരുവികൾക്ക് എന്താ പ്രത്യേകത? കുരുവികളുടെ കൊക്കിന്റെ വൈവിധ്യം, അതിജീവനവും പ്രത്യുൽപാദനം. അവിടെ വരേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ആ രണ്ടെണ്ണമാണ്. അപ്പൊ നമ്മൾ പറയേണ്ടത് ബീക്ക് ഓഫ് ഗാലപ്പഗോസ് ഫിഞ്ചസ് വേരിഡ് ഇൻ ഷേപ്പ് ആൻഡ് സൈസ്. അവരുടെ ഷേപ്പ്, സൈസ്, ചുണ്ടിന്റെ ആകൃതിയിലുള്ള വ്യത്യാസം എങ്ങനെയാ? റിസോഴ്സസിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചാണ്. നമുക്ക് പറയാം ഭക്ഷ്യസ്രോതസ്സിന്റെ ലഭ്യത മാറ്റം മൂലം ഇവരുടെ കൊക്കിന്റെ ആകൃതിയിലും വലുപ്പത്തിലും വ്യത്യാസം വരുന്നു. അവർ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് ആകൃതിയിൽ വ്യത്യാസം വരുന്നു. ദോസ് വിത്ത് ബീക്ക് സ്യൂട്ടഡ് ടു ഈച്ച് എൻവയോൺമെന്റ് സർവൈവ്ഡ് ആൻഡ് പ്രൊഡ്യൂസ് മോർ ഓഫറിംഗ്സ്. ഏത് കണ്ടീഷനിലും ഓരോ പരിസ്ഥിതിക്ക് യോജിച്ച ഓരോ ഭക്ഷണം കിട്ടുന്നതിനനുസരിച്ചും കൊക്കുകൾ ഉള്ളവർ എന്ത് ചെയ്തു? അവിടെ നിലനിന്നു. അല്ലാത്തവർ എന്ത് ചെയ്തു? എലിമിനേറ്റ് ചെയ്തു പോയി. അപ്പൊ ഇവിടെ ഡാർവിന്റെ തിയറി പ്രകാരം നമുക്ക് എന്ത് പറയാം? ഈ അതിജീവന പ്രത്യുൽപാദനം അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നവർ അവിടെ നിന്നു, അല്ലാത്തവർ എന്ത് ചെയ്തു? എലിമിനേറ്റ് ചെയ്തു പോയി എന്നാണ് പറയുന്നത്. അപ്പം ഈ പോയിന്റ് അവിടെ വേണം. കൂടുതൽ ഫലപ്രദമായി പ്രത്യുൽപാദനം നടത്തി സന്താനങ്ങൾ ഉത്പാദിപ്പിച്ചു പോകും. ഏത്? സർവൈവ് ചെയ്യാൻ പറ്റുന്നവര്. ഇനി ഓർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇതാണ്. ഡാർവിന്റെ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം ജനിതകപരമായ അറിവുകളുടെ അഭാവത്താൽ വിമർശിക്കപ്പെട്ടുവെങ്കിലും പിൽക്കാലത്ത് കൂടുതൽ സ്വീകാര്യത നേടി. ഈ പ്രസ്താവന നിയോ ഡാർവിനിസത്തിന്റെ കണ്ടെത്തലുകൾ വെച്ച് പറയാനാണ്. അതായത് ഡാർവിന്റെ കുറെ കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്തു? പലരും എന്ത് ചെയ്തു? റിജക്ട് ചെയ്തു. പക്ഷെ പിന്നീട് നിയോ ഡാർവിനിസത്തിന്റെ രീതിയിൽ അത് വന്നു. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിയോ ഡാർവിനിസത്തിന്റെ പ്രത്യേകത എന്താണ്? നിയോ ഡാർവിനിസം എടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത്
ഡാർവിൻ വാസ് അൺഎബിൾ ടു എക്സ്പ്ലെയിൻ ഹൗ വേരിയേഷൻ ഒക്കർ. വ്യതിയാനം എങ്ങനെ നടക്കുന്നു എന്നുള്ളത് ഡാർവിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇറ്റ് വാസ് റിക്കഗ്നൈസ് ദാറ്റ് കോസസ് ഓഫ് വേരിയേഷൻ ലീഡ് ടു എവല്യൂഷൻ വെർ ജെനറ്റിക് ചേഞ്ചസ്. പിന്നീടാണ് ജീനുകളെ കണ്ടെത്തുന്നത്. അപ്പം ഡാർവിൻ അന്ന് ജീനുകളെ പറ്റിയിട്ടൊന്നും അറിയത്തില്ലാഞ്ഞതുകൊണ്ട് പിന്നീട് എന്ത് സംഭവിച്ചു? വ്യതിയാനത്തിന് കാരണം ജീനുകളാണ്, ജീനിന്റെ റീകോമ്പിനേഷൻ ആണെന്ന് മനസ്സിലായി. സോ ദാറ്റ്സ് മോർ ഇൻഫർമേഷൻ ഫ്രം ദ ഫീൽഡ് ഓഫ് പോപ്പുലേഷൻ ജെനറ്റിക്സ്, പാലിയോntology, എൻവയോൺമെന്റൽ സയൻസ് ആഡഡ് ടു ഡാർവിനിസം. അങ്ങനെ അത് ന്യൂ ഡാർവിനിസം. അപ്പൊ ഡാർവിന്റെ തിയറിന്റെ കൂടെ തന്നെ എന്തൊക്കെ വന്നു? ഈ പറയുന്ന പുനർസംയോജനം, ജീനിന്റെ പുനർസംയോജനം, ജീൻ പ്രവാഹം, ജീൻ ഫ്ലോ, ഇതെല്ലാം തിരിച്ചറിഞ്ഞതിന് ശേഷം അതിൽ പാലിയോntology, പോപ്പുലേഷൻ ജെനറ്റിക്സ്, എൻവയോൺമെന്റൽ സയൻസ് ഇതൊക്കെ കൂടെ ചേർന്ന് വന്നപ്പോൾ അത് ന്യൂ ഡാർവിനിസമായി മാറി. ഇപ്പൊ പോയിന്റ്സ് ആഡ് ചെയ്ത് പഠിക്കണേ. പിന്നെ ജെനറ്റിക് സ്ട്രക്ചർ ഓഫ് പേഴ്സൺ ഈസ് ഗിവൻ ബിലോ, അനലൈസ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. 44 + XX എന്ന് പറഞ്ഞാൽ 44 എന്ന് പറയുന്നത് എന്താണ്, XX എന്ന് പറയുന്നത് എന്താണ്? 44 എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊമാറ്റിക് ക്രോമസോംസ് അല്ലെ, സ്വരൂപ ക്രോമസോമുകളാണ്. XX എന്ന് പറഞ്ഞാൽ സെക്സ് ക്രോമസോം, ലിംഗനിർണയ ക്രോമസോമുകളാണ്. ആൻഡ് ഈസ് ദ പേഴ്സൺ വിത്ത് ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ മെയിൽ ഓർ ഫീമെയിൽ. 44 + XX എന്ന് പറഞ്ഞാൽ എന്താണ്? 2X ഉണ്ടെങ്കിൽ അത് ഫീമെയിൽ ആയിരിക്കും അല്ലെ, ഫീമെയിൽ ആയിരിക്കും, ഒരു സ്ത്രീ ആയിരിക്കും. ഇനി എഗ്ഗിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങളോട് ചോദിക്കും. സ്പേം, പുംബീജം, അതായത് ഗമേറ്റുകളാ പറയുന്നത്. മെയിൽ ഗമേറ്റിലേത് 22 + X ഓർ 22 + Y വരും. അങ്ങനെയാണെങ്കിൽ ഫീമെയിൽ ഗമേറ്റിന്റെ നമ്മൾ എഗ്ഗ് എടുക്കുകയാണെങ്കിൽ അവരുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. Observe the illustration, write answers to the question ആണ് overproduction, struggle for existence. Which theory of evolution is indicated here? What is the significance of variation? അതായത് ചിത്രേണ നിരീക്ഷിക്കുക. അമിതോൽപാദനം കാരണം നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരം ഉണ്ടാവുന്നു. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പരിണാമ സിദ്ധാന്തം ഏത്? ഈ സിദ്ധാന്തം കൊണ്ടുവന്നത് ആരാണ്? ചിത്രേണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിലെ വ്യതിയാനങ്ങളുടെ പ്രാധാന്യം എഴുതാനാണ്. ഓഫ് കോഴ്സ് നമുക്കറിയാം എന്താണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ അല്ലെങ്കിൽ ഡാർവിനിസം, പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം എന്നൊക്കെ നമ്മൾ പറയും. കണ്ടുപിടിച്ചത് ആരാണ്? ചാൾസ് റോബർട്ട് ഡാർവിൻ ആണ്. ഇത് നമുക്കറിയാം. ഇനി അനുകൂല സാഹചര്യങ്ങൾ നോക്ക്. ഓർഗാനിസം വിത്ത് ഫേവറബിൾ വേരിയേഷൻ ഓവർകം സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, സർവൈവ് ആൻഡ് റീപ്രൊഡ്യൂസ് മോർ എഫക്റ്റീവ്ലി. അതായത് അനുകൂലമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നവര് എന്ത് കണ്ടീഷൻ വന്നാലും എന്ത് ചെയ്യും? ആ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള മത്സരത്തെ അതിജീവിക്കും. അവർ കൂടുതൽ എന്ത് ചെയ്യും? ഫലപ്രദമായിട്ട് യങ്ങർ വൺസിനെ ഉണ്ടാക്കും, അടുത്ത തലമുറയെ പ്രത്യുൽപാദിപ്പിക്കും. ഇതാണ് പറയുന്നത് കേട്ടോ. ഇനി 10ാമത്തെ ചോദ്യം നോക്ക്. പാർട്ട് ഓഫ് സയന്റിഫിക് ആർട്ടിക്കിൾ അബൌട്ട് ദ എവല്യൂഷൻ ഓഫ് ലൈഫ് ഇസ് ഗിവൻ ബിലോ, റീഡ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ജീവപരിണാമവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച ശാസ്ത്രലേഖനത്തിൽ ഒരു ഭാഗമാണ് തന്നിട്ടുള്ളത്. റാൻഡം ചേഞ്ചസ് ഇൻ ജീൻസ് ദാറ്റ് ആർ പാസ്ഡ് ഡൗൺ ഫ്രം ജനറേഷൻ ടു ജനറേഷൻ ഹാവ് മേജർ ഇമ്പാക്ട് ഓൺ എവല്യൂഷൻ ഓഫ് ലൈഫ്. അല്ലെ, ജീനുകളിൽ ആകസ്മികമായി ഉണ്ടാകുന്നതും തലമുറയിലേക്ക് കൈമാറുന്നതുമായ മാറ്റങ്ങൾക്ക് ജീവപരിണാമത്തിൽ വലിയ സ്വാധീനമുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നോക്കാം, വാട്ട് ഈസ് ദ ജനറ്റിക് പ്രോസസ് മെൻഷൻഡ് ഇൻ ദ സയന്റിഫിക് ആർട്ടിക്കിൾ. ഇവിടെ പറയുന്നത് ഏത് ജനറ്റിക് പ്രോസസ് ആണ്? ഈ പ്രക്രിയയിലേക്ക് നയിക്കുന്ന ഏതെങ്കിലും 2 കാരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റാൻഡം ചേഞ്ചസ് ഇൻ ദ ജീൻസ് പാസ് ഡൗൺ ടു ജനറേഷൻ. നമ്മുടെ 1ാമത്തെ ചാപ്റ്ററിൽ മ്യൂട്ടേഷൻ എന്ന് നമ്മൾ പറയും. കോസ് ചേഞ്ചസ് ഇൻ ജീൻസിലൂടെ ടു വേരിയേഷൻ മേ ബി എവല്യൂഷൻ. അപ്പം ജീനുകളിലുള്ള വ്യതിയാനം എന്ത് ചെയ്യുന്നു? വ്യതിയാനങ്ങൾ അത് വേരിയേഷൻ എന്ന് നമ്മൾ പറയും. അതെന്ത് ചെയ്യും? എവല്യൂഷൻ, പരിണാമത്തിലേക്ക് നയിക്കും. എറേഴ്സ് ഡ്യൂറിങ് DNA റെപ്ലിക്കേഷൻ. എങ്ങനെ ഇത് ഉണ്ടാവുന്നതെന്നാണ്. DNA ഇരട്ടിക്കൽ ഉണ്ടാകുന്ന തകരാറിലാവാം. എക്സ്പോഷർ ടു സർട്ടൻ കെമിക്കൽ അല്ലെങ്കിൽ റേഡിയേഷൻ, പ്രത്യേക രാസവസ്തുക്കളോ വികിരണങ്ങൾ കാരണമോ ക്യാൻസർ ഉണ്ടാവുന്നതാണ് കേട്ടോ. മ്യൂട്ടേഷൻ ഉണ്ടാവുന്നതാണ്. സോ ഈ പറയുന്ന റേഡിയേഷൻ അടിക്കുമ്പോഴും അതല്ലെങ്കിൽ കെമിക്കൽസ് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? മ്യൂട്ടേഷൻ ഉണ്ടാകും, ജീനിൽ ചേഞ്ചസ് ഉണ്ടാകും, അത് അടുത്ത തലമുറയിലേക്ക് പോവുകയും ചെയ്യും. അതാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി ഗിവ് റീസൺ ആണ്. വൈ ക്രോമസോംസ് ആർ റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്മെന്റ് ഓഫ് മെയിൽ എംബ്രയോ. ആണോ? വൈ ക്രോമസോമുകളാണ് പുരുഷ ഭ്രൂണത്തെ രൂപപ്പെടുത്തിയതെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? When tall plants with red flowers cross with short with white flower, second gen some plants may be tall with white flower. ഇതിന്റെയൊക്കെ കാരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 1ാമത്തെ നമുക്കറിയാം, വൈ ക്രോമസോമിൽ SRY ജീൻ ഉണ്ട്. അതാണ് എംബ്രിയോയിൽ ടെസ്റ്റസ് ഡെവലപ്മെന്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു എംബ്രിയോയിൽ ടെസ്റ്റസ് ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോഴാണ് ഇത് ആൺകുട്ടിയായി മാറുന്നത്. അപ്പൊ അതിൽ വൈ ക്രോമസോമിന്റെ വലിയ റോള് തന്നെയുണ്ട്. 2ാമത്തേതെന്ന് പറയുമ്പോഴോ, each trait inherited independently to next generation without mixing each other. അല്ലേ, നമ്മൾ പഠിക്കുന്നതാണ്.
ഓരോ സ്വഭാവവും പരസ്പരം കൂടിക്കലരാതെ, ഓരോ അലിൽ ജോഡിയെയും ഘടകങ്ങൾ കൂടിക്കലരാതെ സ്വതന്ത്രമായാണ് അടുത്ത തലമുറയിലേക്ക് പോകുന്നത്. ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറയുന്ന ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കാരണമാണ് ഇത് നടക്കുന്നത്. അപ്പൊ ഓരോന്നും സ്വന്തമായിട്ട് എന്ത് ചെയ്യും, അടുത്ത തലമുറയിലേക്ക് പോകുന്നതാണ്. അടുത്തത് 3 മാർക്കിന്റെ ചോദ്യത്തിലേക്ക് പോവാണ്. പ്രസ്താവനകൾ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. സ്റ്റേറ്റ്മെന്റ് 1, ഹ്യൂമൻ ഡിഫറെന്റ് ബ്ലഡ് ഗ്രൂപ്പ് ABO ആർ സീൻ. ഡിഫറൻസ് ഇൻ ഹ്യൂമൻ സ്കിൻ കളർ ഇസ് നോട്ട് ഡ്യൂ ടു റേസ് ബട്ട് ഡ്യൂ ടു ജെനറ്റിക്സ്. അപ്പൊ ഈ പ്രതിഭാസങ്ങളെ പ്രസ്താവനകളെ ബന്ധപ്പെടുത്തി വിശദീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു ഓർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആദ്യത്തെ നോക്കാം. അപ്പം ABO ബ്ലഡ് ഗ്രൂപ്പിന് കാരണം എന്താ? മൾട്ടിപ്പിൾ അലിലിസം. ഒന്നിൽ കൂടുതൽ അലിലുകളാണ് ഒന്നിനെ നിയന്ത്രിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? മൾട്ടിപ്പിൾ അലിലിസം എന്ന് പറയാം. സ്കിൻ കളർ ഡിഫറൻസ് ആണെങ്കിലോ പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. അപ്പൊ ആദ്യത്തെ ഇതിൽ ഒന്നിൽ കൂടുതൽ അലിലുകൾ ബ്ലഡ് ഗ്രൂപ്പിനെ ഡിറ്റർമൈൻ ചെയ്യുന്നു. IA, IB ആൻഡ് സ്മോൾ ലെറ്റർ I. ആൻഡ് പോളിജനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ജീനുകൾ പ്രവർത്തിക്കുന്നു. ആൻഡ് അതിലെ മെലാനിൻ വർണ്ണകം ത്വക്കിന് നിറവ്യത്യാസം കൊടുക്കുന്നു. ഇതാണ് പോളിജനിക് ഇൻഹെറിറ്റൻസിന്റെ കാരണം. അപ്പൊ അത് 2 പോയിന്റ് നിങ്ങൾ എഴുതുക. ഇനി ഓർ ക്വസ്റ്റ്യൻ എന്ന എന്താ? സെമിനാർ ജെനറ്റിക്സ് ആണ്. ബ്ലൂ പ്രിന്റ് ഓഫ് ലൈഫ്. സം ഹിന്റ്സ് ഓഫ് ദ പ്രസന്റേഷൻ ഗിവൻ ബിലോ. ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. പാരമ്പര്യവും വ്യതിയാനം. ഇതുപോലെ പോയിന്റ് തന്നിട്ട് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. അതുപോലത്തെ ഒരു ചോദ്യവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. സോ ജീൻ ആൻഡ് അലിൽ എന്താണ്? ഫിനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ്. ഇവർ തമ്മിലുള്ള വ്യത്യാസമാണ്. ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ, പാരമ്പര്യവും വ്യതിയാനവും അല്ലെ. ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. പാരന്റ്സിന്റെ ക്യാരക്ടേഴ്സ് അതേപോലെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹെറിഡിറ്റി, പാരമ്പര്യം. ഈ മൂക്ക് അച്ഛന്റെ പോലെയുണ്ട്, മുടി അമ്മയുടെ പോലെ ഉണ്ടെന്ന് പറയുമ്പോൾ അതെന്താണ്? അത് നമുക്ക് പറയാം പ്രോപ്പർ ഹെറിഡിറ്റി ആണ്. ഇനി വേരിയേഷൻ എന്ന് പറഞ്ഞാലോ, ക്യാരക്ടേഴ്സ് എക്സ്പ്രസ് ഇൻ ഓഫറിംഗ് ഡിഫറെന്റ് ഫ്രം പാരന്റ്സ്. മാതാപിതാക്കൾക്ക് എന്തുണ്ട്? ഒരു സ്വഭാവമുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇല്ലാത്ത ഏതോ ഒരു സ്വഭാവം, ക്യാരക്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. അച്ഛനും അമ്മയ്ക്കൊന്നും ഇല്ലാത്ത ഒരു ഡിമ്പിൾ, നുണക്കുഴി നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്താ? അത് വേരിയേഷൻ ആണ്, വ്യതിയാനമാണ്. സോ നമുക്ക് പറയാം വ്യതിയാനം, ചേഞ്ചസ് ആണ്. പാരന്റ്സിൽ ഇല്ലാത്തൊരു ക്യാരക്ടർ നമുക്ക് വരുമ്പോൾ. ആൻഡ് അടുത്തത് ചോദിച്ചിരിക്കുന്നത് ജീൻ ആൻഡ് അലിൽ. സ്പെസിഫിക് ആയിട്ട് പഠിക്കണം. 1 മാർക്കിനൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ്. ജീൻ എന്ന് പറയുന്നത് സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ് ഇൻ DNA റെസ്പോൺസിബിൾ ഫോർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ത്രൂ സിന്തസൈസിങ് പ്രോട്ടീൻ. അതായത് നമുക്കറിയാം മാതാപിതാക്കളുടെ സവിശേഷതകൾ വരുന്ന പ്രോട്ടീനുകൾ നിർമ്മിച്ച് സ്വഭാവ സവിശേഷതകൾക്ക് കാരണമാകുന്ന DNA തന്മാത്രയുടെ നിശ്ചിത ഭാഗത്തെയാണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന പ്രോട്ടീനുകള് നിർമ്മിച്ച് സ്വഭാവ സവിശേഷതകൾ കാരണമാവുന്ന എന്താണ്? DNA തന്മാത്രയുടെ നിശ്ചിത ഭാഗമാണ്. അപ്പം DNAയിലുള്ള ഒരു സെഗ്മെന്റ് ആണ് ജീന്. ആ ജീൻ കാരണം ഉണ്ടാകുന്ന പ്രോട്ടീനാണ് നമുക്ക് ഓരോ സ്വഭാവങ്ങൾ തരുന്നത്. ആൻഡ് അലിൽ എന്ന് പറഞ്ഞാലോ, ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ജീനിന്റെ 2 അലിലുകൾ. അപ്പം ഒരു ഹൈറ്റ് റെപ്രസെന്റ് ചെയ്യുന്ന ജീൻ നമ്മുടെ DNA സെഗ്മെന്റിൽ ഉണ്ട് എങ്കിൽ അവിടെ 2 അലിൽ ഉണ്ടാകും. ക്യാപിറ്റൽ T, സ്മോൾ t. ക്യാപിറ്റൽ T എന്ന് പറഞ്ഞാൽ അത് ടോൾനെസ് ആണ്. സ്മോൾ t എന്ന് പറഞ്ഞാൽ ഡ്വാർഫ്നെസ് ആണ്, ഉയര കൂടുതൽ ഉയരക്കുറവ്. അപ്പൊ ജീനിന്റെ തന്നെ 2 സ്വഭാവം, 2 തരങ്ങളാണ് അലിലുകൾ എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഇനി ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ്. ഫീനോടൈപ്പ് എന്ന് പറയുമ്പോൾ ഡോമിനന്റ് അലിൽ ഒബ്സർവബിൾ ക്യാരക്ടർ. നമ്മളൊരു സ്വഭാവം പറയാണ്, ടോൾനെസ്. ടോൾനെസ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും, ഉയര കൂടുതൽ, ഹൈറ്റ്, ഡ്വാർഫ്നെസ്, കളർ, ഇതൊക്കെ പറയുന്നത് എന്താ? ഫീനോടൈപ്പ്. നമുക്ക് ഒബ്സർവബിൾ ആയിട്ട് പ്രകടമാവുന്ന സ്വഭാവ രൂപമാണ്. അതിന്റെ അലിലുകളെ റെപ്രസെന്റ് ചെയ്യുന്ന, അതിന് കാരണമായിട്ടുള്ള ജനിതക ഘടനയെ ജീനോടൈപ്പ് എന്ന് പറയും. റെസ്പോൺസിബിൾ ഫോർ ഈച്ച് ക്യാരക്ടേഴ്സ്. ക്യാപിറ്റൽ T, സ്മോൾ t എന്നൊക്കെ പറയുന്നത് അതിന്റെ ജീനോടൈപ്പ് ആണ്. സോ ഫീനോടൈപ്പ് ഹൈറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ടോളർ ഡ്വാർഫ് ആണെങ്കിൽ ജീനോടൈപ്പ് ക്യാപിറ്റൽ T, സ്മോൾ t ആണ്. അതാണ് വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ഇനി അനലൈസ് എ ഗിവൻ പിക്ചർ, ആൻസർ ദ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ പിക്ചർ വിച്ച് പാർട്ട് ഈസ് മാർക്ക്ഡ് as X? How is this part different in central nervous system and peripheral nervous system? ഈ തന്നിട്ടുള്ള X എന്താണെന്ന് എഴുതണം. ഇത് സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നമ്മൾ എഴുതണം. ഒന്നാമത്തെ കാര്യം, ആക്സോണിനെ പൊതിഞ്ഞിട്ടുള്ള ഷീത്താണിത്. ആൻഡ് ഇതിനെ നമ്മൾ പറയുന്നത് മൈലിൻ ഷീത്ത് എന്നാണ് അല്ലെ. മൈലിൻ ഷീത്ത് എന്നാണ് നമ്മൾ പറയാ. എന്താണ് മൈലിൻ ഷീത്ത്? ബ്രെയിനിലും സ്പൈനൽ കോഡിലും ഒളിഗോഡെൻഡ്രോസൈറ്റ് വെച്ചിട്ടാണ്. അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തില് നമ്മളിപ്പം CNS എഴുതാന്ന് വിചാരിക്കാം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തില് ഈ പറയുന്ന ഷീത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറഞ്ഞ സെല്ല് വെച്ചിട്ടാണ്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഒളിഗോഡെൻഡ്രോസൈറ്റ് വെച്ചിട്ടാണ്. പെരിഫറൽ നെർവസ് സിസ്റ്റം, അതായത് നമ്മുടെ നെർവുകൾ ഉണ്ടല്ലോ, നാഡികൾ, അവിടെ ഈ പറയുന്ന മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ഷ്വാൻ സെല്ല് വെച്ചിട്ടാണ്. അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. തലച്ചോറിലും സുഷുമ്നയിലും
നമ്മുടെ മൈലിൻ ശുദ്ധ ഉണ്ടാക്കിയിരിക്കുന്ന ഒളിഗോഡെൻഡ്രോസൈറ്റ് കോശങ്ങൾ വെച്ചിട്ടാണ്. നാഡികളിൽ നമ്മുടെ മൈലിൻ ശുദ്ധ ഉണ്ടാക്കിയിരിക്കുന്നത് ഷ്വാൻ സെല്ല് വെച്ചിട്ടാണ്. വ്യത്യാസം മനസ്സിലായല്ലോ. ഇനി അടുത്ത ചോദ്യം എന്താ? റൈറ്റ് 3 ഫങ്ഷൻസ് ഓഫ് പാർട്ടെക്സ്. മൈലിൻ ശുദ്ധിന്റെ ധർമ്മം. 1, ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. സ്പീഡ് ഓഫ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ, ആവേഗ പ്രസരണത്തിന് വേഗത കൂട്ടുന്നു. പ്രൊവൈഡ് നറിഷ്മെന്റ്, പ്രൊട്ടക്റ്റീവ് ഫ്രം എക്സ്റ്റേണൽ ഇഞ്ചുറീസ്, അതായത് അവർക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള ന്യൂട്രീഷൻ കൊടുക്കുന്നു. അത് കൂടാതെയോ ബാഹ്യ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. പോഷണം നൽകുന്നതിന്റെ കൂടെ തന്നെ എക്സ്റ്റേണൽ ഷോക്കിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്നതും നമ്മുടെ ഈ മൈലിൻ ഷീത്താണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കേ. സ്ട്രക്ചർ ഓഫ് സിനാപ്സ് വിച്ച് ഇസ് ഫൗണ്ട് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് 2 nerve cells. ഇത് ഇമ്പോർട്ടന്റ് ആണ്. സിനാപ്സ് പൊതുവേ എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. വാട്ട് ഇസ് പി സ്റ്റാൻഡ്സ്? പി എന്താണ് സൂചിപ്പിക്കുന്നത്? ജനറൽ നെയിം ഫോർ കെമിക്കൽസ്. കെമിക്കലിന്റെ പേര് എഴുതണം. ഹൗ ഡസ് ദിസ് പാർട്ട് ഹെൽപ്പ് കൺട്രോൾ ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസ്? ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ നിയന്ത്രിക്കുന്നതിൽ ഈ ഭാഗത്തിന്റെ പങ്ക് എന്താണെന്ന് എഴുതണം. ഹ്യൂമൻസിൽ ഹൗ ഡസ് ദിസ് പാർട്ട് ഹെൽപ്പ് ടു ഇംപ്രൂവ് എഫിഷ്യൻസി? കെമിക്കൽസ് ഇങ്ങനെ റിലീസ് ചെയ്ത് പോകുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? ആൻഡ് മനുഷ്യരിൽ ഈ ഭാഗം മസ്തിഷ്കത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയെന്ന് ചോദ്യം. 3 മാർക്കാണ്. 3 പോയിന്റ് നമ്മൾ എഴുതണം. ഒന്നാമത്തേത് പി എന്ന് പറയുന്നത് എന്താടാ? പ്രീ സിനാപ്റ്റിക്കില് അവരൊരു ഈ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഫോം ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ നമുക്ക് പറയാം പ്രീ സിനാപ്റ്റിക് നോബാണ് ഈ പി എന്ന് പറയുന്നത്. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കലിന്റെ പേരെന്താ? ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നാണ്. ആൻഡ് ഇതെങ്ങനെയാണ് ഇൻപൾസിനെ ഡയറക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത്? ന്യൂറോ ട്രാൻസ്മിറ്റർ റിസപ്റ്റർ ഓഫ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ സ്റ്റിമുലേറ്റ് ദ ന്യൂറോൺ. ഈ കെമിക്കൽസിലൂടെ റിലീസായിട്ട് അത് നമ്മുടെ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലെ ഈ റിസപ്റ്ററുമായിട്ട് ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഹ്യൂമൻസിൽ എന്താ എഫിഷ്യൻസി കൂട്ടാനുള്ള കാരണം എന്താണ്? 1, സിനാപ്സ് ട്രാൻസ്മിറ്റ് ദി ഇമ്പൾസ് ടു ഓൺലി 1 direction. ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ഇമ്പൾസ്. അഡ്വാൻസ് മെന്റൽ പ്രോസസ് ആർ മെയ്ഡ് പോസിബിൾ. സ്പീഡ് കൂട്ടുന്നു. സിനാപ്സിൽ ഈ ഒരു കെമിക്കൽ ഇലക്ട്രിക്കൽ മെസ്സേജിന്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത് കൊണ്ടാണ് മെസ്സേജ് ട്രാൻസ്ഫർ ആവുന്നത്, ഇതിന്റെ വേഗത കൂടുന്നത്. അതുമാത്രമല്ല നമ്മുടെ തിങ്കിങ് പ്രോസസ്, നമ്മുടെ ചിന്ത, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ സിനാപ്സ് ആണെന്ന് ഓർത്ത് വെക്കുക. ഉന്നതമായ മാനസിക പ്രവർത്തനങ്ങളെ നവീന മസ്തിഷ്കത്തിലെ സിനാപ്സുകളുടെ സഹായത്തോടാണ് നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഒബ്സർവ് ദി ഇല്ലസ്ട്രേഷൻ ഓഫ് ക്രോമസോം ഗിവൻ ബിലോ. ആൻസർ ദ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ആൻഡ് ലേബൽ ദ പാർട്ട് പി ആൻഡ് ക്യൂ. തന്നിട്ടുള്ളത് ഒരു ക്രോമസോം ആണ് അല്ലെ. ആൻഡ് പി എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രോമിയർ ആണ്. ക്യൂ എന്ന് പറയുന്നത് എന്താണ്? പി എന്ന് പറയുന്നത് ക്രൊമാറ്റിഡ് ആണ്. ക്യൂ എന്ന് പറയുന്നത് എന്താണ്? സെൻട്രോമിയർ ആണ്. ഓക്കെ, റെഡി? കണ്ടിന്യൂസ് ലൈവ് കാരണം ഇറക്കി കിളി പോകുന്ന. അപ്പൊ നോക്കിക്കോ, പി എന്ന് പറയുന്നത് ക്രോമാറ്റിഡ് ആൻഡ് ക്യൂ എന്ന് പറയുന്നത് സെൻട്രോമിയർ ആണ്. ചോദ്യം നോക്കിക്കേ. DNA പ്രോട്ടീനുകൾ എന്നിവ ചേർന്ന് ചിത്രത്തിൽ നിന്ന് കാണുന്ന ഘടന രൂപപ്പെടുന്നത് എങ്ങനെ? ഇവരെങ്ങനെ ഉണ്ടാവുന്നതെന്നാ ചോദ്യം. ആദ്യം തന്നെ നമുക്കറിയാം 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ. ഈ 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഹിസ്റ്റോൺ ഒക്ടാമർ ആകുന്നു. അത് ഈ DNA സ്റ്റാൻഡുമായിട്ട് വൈൻഡ് ചെയ്ത് ഒക്ടാമർ ആയിട്ട് ന്യൂക്ലിയോസോം ഫോം ചെയ്യും. 8 ഹിസ്റ്റോൺ പ്രോട്ടീനില് DNA വൈൻഡ് ചെയ്യുമ്പോൾ അത് ന്യൂക്ലിയോസോം ആയിട്ട് മാറും. ആ ന്യൂക്ലിയോസോം ആയിട്ട് മാറിക്കഴിയുമ്പോ ദ ക്രോമസോം ഈസ് ഫോംഡ് ബൈ പാക്കിംഗ് ആൻഡ് കോയിലിംഗ് ന്യൂമറസ് ന്യൂക്ലിയോസോം. ഇങ്ങനത്തെ കുറേ ന്യൂക്ലിയോസോമുകൾ ഉണ്ടാവും. അതിന് വീണ്ടും വൈൻഡ് ചെയ്തിട്ടാണ് ന്യൂക്ലിയോസോമുകളിൽ നിന്നും ഈ ചെയിൻസുകളെല്ലാം കൂടെ ചേർന്നിട്ട് പിന്നെ ക്രോമസോം ആയിട്ട് മാറുന്നത്. കേട്ടോ, ന്യൂക്ലിയോസോം ചുരുളകളായിട്ടാണ് നമ്മുടെ ക്രോമസോം ആയിട്ട് മാറുന്നത്. സോ അത് ഓർത്ത് വെക്കണേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ റീഡ്രോ ദ ഡയഗ്രാം ആൻഡ് ലേബൽ ദ ഫോളോയിങ് പാർട്ട് ആണ്. ഇത് റീഡ്രോ ചെയ്യണം. ന്യൂറോ ട്രാൻസ്മിറ്റർ അടങ്ങിയിരിക്കുന്ന ഭാഗം എവിടെയാ? നമ്മുടെ സിനാപ്സ് അല്ലെ. സിനാപ്റ്റിക് നോബിലാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ അടങ്ങിയിട്ടുള്ളത്. കോശശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന നീളം കുറഞ്ഞ നേർത്ത തന്തു ഡെൻഡ്രോൺ. സെൽ ബോഡിയിൽ നിന്ന് വരുന്ന ലെങ്ത് കുറഞ്ഞതെന്ന് ചോദിച്ചാൽ ഡെൻഡ്രോൺ, ലെങ്ത് ഉള്ളതെന്ന് ചോദിച്ചാൽ ആക്സോൺ ആണ്. ചിത്രം പകർത്തി വരയ്ക്കുന്നതിന് മാർക്കുണ്ട്, ലേബൽ ചെയ്യുന്നതിന് മാർക്കുണ്ട്. അടുത്തത് എക്സ്പ്ലെയിൻ ഹൗ ഫോസിൽ ഓഫ് ഫോളോയിങ് ഓർഗാനിസം സപ്പോർട്ട് ദ ഐഡിയ ഓഫ് എവല്യൂഷൻ. ചുവടെ നൽകിയിട്ടുള്ള ജീവികളുടെ ഫോസിലുകൾ ജീവപരിണാമത്തെ എങ്ങനെ സാധൂകരിക്കുന്നു എന്ന് വിശദീകരിക്കാനാണ്. ആർക്കിയോപ്റ്ററിക്സ്, ഡൈനോസേഴ്സ്, ഹോഴ്സസ്. ആർക്കിയോപ്റ്ററിക്സ് ഉണ്ട്, ഡിനോസറുകളുണ്ട്, കുതിരകളുണ്ട്. അപ്പൊ നോക്കിക്കോ. 1, ആർക്കിയോപ്റ്ററിക്സ്, ഡിനോസേഴ്സ്, ഹോഴ്സസിൽ എങ്ങനെയാണ് എവല്യൂഷനുമായിട്ട് റിലേഷൻ? ആർക്കിയോപ്റ്ററിക്സ് ഫോസിൽ എന്ന് പറയുന്നത് എന്താണ്? ബോത്ത് റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സിന്റെ കോമൺ ക്യാരക്ടേഴ്സ് ഉള്ളതാ. അപ്പൊ നമുക്ക് പറയാം ഇവര് ആണ് ഇടനിലക്കാരെന്ന് മനസ്സിലായപ്പോൾ പക്ഷിയുടെ സ്വഭാവസവിശേഷതയുള്ളതിനാൽ ജീവികൾ തമ്മിലുള്ള പരിണാമ ബന്ധം, ഇവരുടെ റിലേഷൻ നമുക്ക് ഈ ആർക്കിയോപ്റ്ററിക്സ് വഴി കിട്ടി. രണ്ടാമത്തെ ഫോസിൽ ഓഫ് ഡിനോസേഴ്സ്, കുറെ സ്പീഷീസ് എക്സ്റ്റിങ്ക്ട് ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ആൻഡ് ഹോഴ്സ് ഫോസിൽ എന്താ റിവീൽ ചെയ്തത്?
ഗ്രാജുവൽ പ്രോസസ് ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ് സ്ട്രക്ചർ. എവല്യൂഷനിൽ സിമ്പിൾ ടു സങ്കീർണ ഘടനയായി മാറുകയാണ് ചെയ്യുന്നത്. ലഘു ഘടനയിൽ നിന്നും സങ്കീർണ ഘടനയായി മാറി എന്നുള്ളതും ഈ 3 ഫോസിൽ വഴിയാണ് നമുക്ക് മനസ്സിലായത്. കംപ്ലീറ്റ് ഇല്ലസ്ട്രേഷൻ ആണ്. വാട്ട് ആർ ദ പാർട്സ് 1 and 2, റൈറ്റ് ദ ഫംഗ്ഷൻസ് 3 and 4. ബ്രെയിൻ സ്റ്റെമ്മിൽ നമ്മൾ 3 ആൾക്കാരെ കാണുന്നുണ്ട്. അത് കറക്റ്റ് ആയിട്ട് ലേബിൾ ചെയ്യുക, അതിന്റെ ഫംഗ്ഷൻസ് ചെയ്താനാണ് പറഞ്ഞത്. ബ്രെയിൻ സ്റ്റെമ്മിൽ എന്തൊക്കെയുണ്ട്? പോൺസ് ഉണ്ട് അല്ലെ, മിഡ് ബ്രെയിൻ, പോൺസ്, അതുപോലെ തന്നെ മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇവിടെ നോക്കിക്കേ, മിഡ് ബ്രെയിൻ കണ്ണുകൾ, പുരികങ്ങൾ എന്നിവയുടെ ചലനത്തെയാണ് സഹായിക്കുന്നത്. പോൺസിന്റെ റോൾ എന്താ? കോർഡിനേറ്റ് മസ്കുലർ ആക്ടിവിറ്റി ഓഫ് ഐ ആൻഡ് ഫീസ്. ശ്വാസോച്ഛ്വാസ നിരക്ക് നിയന്ത്രിക്കുന്നു. കണ്ണിലും മുഖത്തുമുള്ള പേശി പ്രവർത്തനം, അനൈച്ഛിക പ്രവർത്തനം, വെന്റിലേഷന് സഹായിക്കുന്നുണ്ട്. ആൻഡ് 4ാമത്തെ മെഡുല്ല ഒബ്ലോങ്കേറ്റ, നമ്മുടെ ഹാർട്ട് ബീറ്റ് അല്ലെ, ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് ആയിട്ടുള്ള അനൈച്ഛിക പ്രവർത്തനങ്ങളായിട്ടുള്ള ഹൃദയസ്പന്ദനം, നമ്മുടെ വോമിറ്റിംഗ്, കഫിംഗ്, സ്റ്റീസിങ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ്. സോ ബ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് ചോദിക്കണമെന്നില്ല, ബ്രെയിനിന്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗവും ചോദിക്കാം. ഈ ഒരു സ്ട്രക്ചർ എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് പോകണം. ഇതാണ് നമ്മുടെ ബ്രെയിൻ സ്റ്റെം, കണ്ടോ? അതിൽ ഇതാണ് മിഡ് ബ്രെയിൻ, ഇവിടെയാണ് പോൺസ്, ഇവിടെയാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇതിന്റെ ലൊക്കേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. സെറിബ്രം, ഇവിടെ സെറിബെല്ലം, ഇതാണ് തലാമസ്, താഴെയാണ് ഹൈപ്പോ തലാമസ് വരുന്നത്. ഓരോന്നിനും ഫംഗ്ഷൻസ് നോക്കാം. 4 മാർക്കിന്റെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നത്. ഒബ്സർവ് ദി ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഓർ ഓപ്ഷൻ ഉണ്ട്. വാട്ട് ഡസ് ദ ഇല്ലസ്ട്രേഷൻ ഇൻഡിക്കേറ്റ്? വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് മോളിക്യൂൾ ലേബിൾഡ് ആസ് എക്സ്? ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് നെയിംസ് ഓഫ് വൈ ആൻഡ് സെഡ്. ഹൗ ഇസ് വൈ ഡിഫറെന്റ് ഇൻ DNA ആൻഡ് RNA? എക്സ്, വൈ, സെഡ്. എക്സ് എന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് ആണ്, വൈ എന്ന് പറയുന്നത് ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്, സെഡ് എന്ന് പറയുന്നത് എന്താ? നൈട്രജൻ ബേസ് ആണ്. ഇതിനെ നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നു. ഓരോന്നും നമ്മൾ എഴുതി കഴിഞ്ഞു. ആൻഡ് വൈ, ഇസഡ് എന്നീ ഘടകങ്ങൾ തിരിച്ചറിയുന്നു. DNA, RNA എന്നിവയിൽ വ്യത്യാസം. DNA, RNA എടുക്കുമ്പോൾ നമുക്കറിയാം DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, ഷുഗർ ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്, RNAയിലോ റൈബോസ് ഷുഗർ ആണ്. ആൻഡ് DNA 2 സ്റ്റാൻഡാണ്, RNA 1 സ്റ്റാൻഡാണ്. നൈട്രജൻ ബേസിലുണ്ട് വ്യത്യാസം. DNAയിൽ തൈമിനാണെങ്കിൽ RNAയിൽ എന്താണ്? യുറാസിലാണ് പകരമായിട്ട് വരുന്നത്. സോ ഇങ്ങനത്തെ ഡിഫറൻസസ് എന്തായാലും പഠിച്ചു വെക്കാം. പിന്നെ നമ്മുടെ പുതിയ ഇത് കഴിഞ്ഞ വർഷം വന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഈ ഡയഗ്രാം. പുതിയ ക്വസ്റ്റ്യൻ നമുക്ക് നോർമൽ ക്രോമസോം ഡയഗ്രാം ആണ്, അതിൽ വ്യത്യാസമുണ്ട്, അത് നോക്കിയാൽ മതി. പ്രോസസ് ദാറ്റ് കോസ് വേരിയേഷൻ. പ്രോസസ് ദാറ്റ് കോസ് വേരിയേഷൻ as shown. What is the process? ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് ക്രോസിംഗ് ഓവർ എന്നാണ് അല്ലെ, ക്രോസിംഗ് ഓവർ എന്നാണ് പറയുന്നത്. ആൻഡ് ഇത് എപ്പോഴാണ് നടക്കുന്നത്? മിയോസിസ്, സെൽ ഡിവിഷൻ ആയിട്ടുള്ള ഊനഭംഗ പ്രക്രിയയിലാണ് ഇത് നടക്കുന്നത് കേട്ടോ. ആൻഡ് ലിസ്റ്റ് ദ ആക്ടിവിറ്റി ടേക്സ് പ്ലേസ് ഇൻ 1 and 2 സ്റ്റേജ്. ഹൗ ഡസ് ദിസ് പ്രോസസ് ലീഡ് ടു വേരിയേഷൻ? ഇവിടെ എന്താ നടക്കുന്നത്? നമ്മുടെ ക്രോമസോമിന്റെ ക്രൊമാറ്റുകൾ തമ്മിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു അല്ലെ. ഫസ്റ്റ് ഫേസ് ഓഫ് മിയോസിസിൽ ഹോമോലോഗസ് ക്രോമസോം പെയറിംഗ് ചെയ്യുന്നു. ക്രൊമാറ്റിഡ്സ് അറ്റ് ദ കയാസ്മ റീജിയൻ, ഈ പോയിന്റ് വരുന്ന റീജിയനെ നമ്മൾ പറയുന്നത് എന്താണ്? കയാസ്മ. ആ കയാസ്മയുടെ പോയിന്റിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ആംസ് തമ്മിലുള്ള കൈമാറ്റം നടക്കുന്നത്, പെയറിംഗ് നടക്കുന്നത്. ആ പെയറിംഗ് നടന്നു കഴിയുമ്പോൾ ക്രോസിംഗ് ഓവറിലൂടെ അലിൽ പുനഃസംയോജനം നടക്കുകയും അതുവഴി സന്താനങ്ങളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ സെഗ്മെന്റ്സ് കൈമാറ്റം കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ജീനുകൾ മാറി. ജീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കഴിയുമ്പോൾ എന്തായി? വേരിയേഷൻ, വ്യതിയാനം ഉണ്ടായി. അതാണ് പരിണാമത്തിലേക്ക് നയിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്പീഷീസിലേക്കൊക്കെ നയിക്കുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, ഒരു ഡെഫിനറ്റ് ആയിട്ട് വരുന്ന സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മിസ് പറഞ്ഞിട്ടുള്ളത്. മിസ് കമന്റ് ചെയ്യാൻ പറഞ്ഞ ക്വസ്റ്റ്യനൊക്കെ ആൻസർ കമന്റ് ചെയ്യുക. ഇതിലും കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ ഇന്നത്തെ വൈകുന്നേരത്തെ ലൈവിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ എല്ലാവരും ലൈവിൽ വരണം. മാരത്തോൺ ലൈവ് തകൃതിയായിട്ട് പഠിക്കണം. സോ ആൾ ദി ബെസ്റ്റ് മക്കളെ. ബൈ.